പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം. സംസ്കാര സമ്പന്നമായ വാക്കുകൾ. ജീവിതത്തിലെ വിജയപരാജയങ്ങളിൽ നമ്മുടെ പരിശ്രമം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സംസാരവും. നല്ലത് പറയാനും നന്മകൾ വിതയ്ക്കാനും നേട്ടങ്ങൾ കൊയ്തെടുക്കാനും ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ട നാവിനെ പരാജയങ്ങളുണ്ടാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമ്മിലെ അവസാനിക്കാത്ത പരിശ്രമശീലവും സംസ്കാര സമ്പന്നവുമായ വാക്കുകൾ കൊണ്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. കയ്യിൽ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നൊമ്പരം തോന്നുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണുകൾ നിറയുന്നുവെങ്കിൽ അവിടെ നന്മയുണ്ട്. നല്ല ദേഷ്യമുള്ള സമയത്ത് പ്രതികരിക്കാൻ നിൽക്കരുത്, നിയന്ത്രിക്കാനായെന്ന് വരില്ല. അതുപോലെ നല്ല സന്തോഷമുള്ള സമയത്ത് വാഗ്ദാനം കൊടുക്കരുത്, പാലിക്കാനായെന്ന് വരില്ല. നല്ല സങ്കടമുള്ള സമയത്ത് തീരുമാനങ്ങളും എടുക്കരുത്, ശരിയായെന്ന് വരില്ല. മുന്നിൽ വരുന്ന ഓരോ ദിവസത്തെയും നല്ലതും ചീത്തയുമാക്കുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ്. എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിഞ്ഞാൽ ജീവിതവും പോസിറ്റീവാകും. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ അവരുടെ ഇഷ്ടങ്ങളെക്കാളേറെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാണ് വില കൽപ്പിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ശരിയും. സ്നേഹം കളങ്കമില്ലാത്തതാണെങ്കിൽ അതൊരിക്കലും ഇല്ലാതാവുകയില്ല. പരസ്പരം കാണുന്നില്ലെങ്കിലും ദിവസവും സംസാരിക്കുന്നില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥനകളിൽ നമ്മയും കൂടെ കൂട്ടുന്നുണ്ടാകും. ഇഷ്ടമുള്ളവരുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലും നിറയാൻ കഴിയുന്നതും ജീവിതത്തിലെ വലിയ ഭാഗ്യമല്ലേ? ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹുസൈൻ മൂർക്കനാട്.